റിജിൽ റെയിൽവേ മാക്കുറ്റി, സ്റ്റേഷനിലേക്ക് ഞാൻ വരാം. പാഞ്ഞെടുത്തത് ശ്രീ എന്തിനു റിജിൽ വേണ്ടിയാ? മാക്കുറ്റി, അതായത് കേരളത്തിൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധം വസീഫ് പറഞ്ഞതുപോലെ തന്നെ അവർ യാത്ര ചെയ്യുമ്പോഴാണ്, യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ്. ശരിയാണ്, സമൂഹ മാധ്യമങ്ങളിൽ വീണ ജോർജിൻ്റെ അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിൽ ഇത് വലിയ അഭിനയമാണ്, ഇതിലെല്ലാം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അപഹസിക്കുന്ന, പരിഹസിക്കുന്ന ധാരാളം ഈ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ധാരാളം കമൻറ്റുകളും മറ്റു ചിത്രങ്ങളും മീമുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത് എന്ത് നടന്നു എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിൽ പോലീസിൻ്റെ അന്വേഷണവും പരിശോധനയും ആവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മന്ത്രി പൊതു ഇടത്തിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടേണ്ടതും അതിനെതിരെ നടപടി ഉണ്ടാകേണ്ടതുമാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം വളരെ ആസൂത്രിതമായി നടപ്പാക്കപ്പെട്ടതാണെന്ന ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത്? കാരണം ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ സ്പീക്കറുടെ ഗൂഢാലോചന കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പിന്നീട് നടന്നത്, ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത് എന്നതാണ്. അതായത് എല്ലാത്തിനും ഈ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ തെളിയുകയുള്ളൂ എന്ന് വസീഫ് ചോദിച്ചതിന് എന്താണ് മറുപടി? എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധമുണ്ടായിട്ടും ഇങ്ങനെ മന്ത്രിയെ തടയുന്ന സമീപനമുണ്ടായിട്ടും ഇതെല്ലാം മന്ത്രിയുടെ അഭിനയമാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഇടത് ഗവൺമെൻറ്റുകൾ ഒരുപാട് ഇവിടെ വന്നുപോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് മന്ത്രിമാർക്കെതിരെയാണ്, ആണെന്ന് പെണ്ണെന്ന് നോക്കിയിട്ടൊന്നുമില്ല, മന്ത്രിമാരുടെ വീഴ്ചകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഈ കേരളത്തിലും ഈ രാജ്യത്തെല്ലാം നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മന്ത്രി വരുമ്പോൾ മന്ത്രിയുടെ മുന്നിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു കരിങ്കൊടിയായി മുദ്രാവാക്യം വിളിച്ചു എന്നല്ലാതെ മന്ത്രിയെ അവിടെ ആരെങ്കിലും KSUക്കാർ ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങളീ പറയുന്ന CCTVയും അതോടൊപ്പം ഈ പറയുന്ന വിഷ്വലൊക്കെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ മന്ത്രിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞവർ കഥയുണ്ടാകും. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് പറഞ്ഞിട്ട് തന്നെ അവർ തന്നെ നാണം കെട്ടു പോവാണ്. ഇപ്പോൾ ഒരു മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത് നമുക്കറിയാം. ഇതുപോലെ DYFIക്കാർ ഈ പറയുന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പറയുന്നത് പോലെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കേട്ടവർക്ക് ഇവരൊക്കെ വലിയ ഹരിശ്ചന്ദ്രന്മാരും അതോടൊപ്പം തന്നെ വലിയ രൂപത്തിലുള്ള മാൻപേടകളുമാണെന്ന്. ഞങ്ങളുടെ ഭരണകാലത്ത് എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങൾ മന്ത്രിമാർക്കെതിരെ നടന്നിട്ടുണ്ട്. ഈ കണ്ണൂരിൽ പോലും അന്നത്തെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന മന്ത്രിക്ക് എതിരെ അദ്ദേഹം നവനീത ഓഡിറ്റോറിയൽ പരിപാടി പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഈ അന്നത്തെ DYFI നേതാക്കന്മാരായിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യുക ചെയ്തത് അദ്ദേഹത്തിൻ്റെ വേദിയിൽ വെച്ചിട്ട്. അതുമാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ ജയരാജനൊക്കെ എന്ത് ധാർമ്മികതയുള്ളത്. കൂത്തുപറമ്പിൽ പെട്രോൾ ബോംബും മാരകായുധങ്ങളുമായി MV രാഘവനെ കൊല്ലാൻ അന്നത്തെ പാർട്ടി DYFI നേതാവായ ജയരാജനല്ലേ കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ഉണ്ടാക്കാൻ നേതൃത്വം കൂടെ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? അന്ന് MV രാഘവനെ കൊല്ലാനല്ലേ പോയത്? അതിന് മുന്നിൽ നിന്ന് നയിച്ചതാര ജയരാജനല്ലേ? അങ്ങനെ പെട്രോൾ ബോംബും മാരകായുധങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആയുധ സാധനങ്ങൾ എടുത്തിട്ടാണോ ഈ പറയുന്ന KSUക്കാർ പോയത്? അവരുടെ കയ്യിൽ കരിങ്കൊടിയാണ്. അവർ മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. മുദ്രാവാക്യം വിളിച്ചു. മന്ത്രിക്ക് ആ സമയത്ത് മന്ത്രി വളരെ ശക്തിയായി ശോഭിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതും പ്രതികരിക്കുന്നതും നമ്മൾ കാണുന്നു. മന്ത്രിയുടെ ഗൺമാൻ അവരുടെ ഇടയിലേക്ക് വരുന്ന കാണുന്നു. എവിടെയാണ് മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റത്? യഥാർത്ഥത്തിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ പെടലി മന്ത്രി എന്ന് പറയും. കൊച്ചിൻ ഹനീഫയാണ് നമ്മുടെ സിനിമയിൽ പെടലി എന്ന് വിളിക്കുമ്പോൾ പെടലി മന്ത്രിയായി വീണ ജോർജ് മാറാൻ പോവുക. ഇത്തരത്തിൽ അഭിനയിക്കുന്നതിന് എന്തിനാണ് അഭിനയിക്കേണ്ട ആവശ്യം? അവർ എത്ര കൂളായിട്ടാണ് 1ാം പ്ലാറ്റ്ഫോമിൽ നടന്ന് 3ാം പ്ലാറ്റ്ഫോമിലേക്ക് പോയത്. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അവിടെ ഷംസീർ എന്ന സ്പീക്കർ, അദ്ദേഹം സ്പീക്കറാണെങ്കിലും വളരെ DYFIക്കാരനാണ്, SFIക്കാരനാണ്. ആ SFI ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ്. അവർ പറയുന്നു, KK രാഗേഷിനെ വിളിക്കുന്നു, അങ്ങനെ വിളിച്ച് അവർ നാടകം സെറ്റ് ചെയ്യുന്നു, അഭിനയിക്കുന്നു. ആദ്യം കൈക്ക് കുത്തേറ്റു എന്ന് പറയുന്നു, കുത്തിയ കൈയുടെ പരിക്ക് മുംബൈയുള്ള പരിപാടിയിൽ അവരുടെ കയ്യിൽ ആ കുത്ത് കണ്ടപ്പോൾ അത് മാറ്റി കഴുത്തിലാണ്, പെടലിക്കാണ് പരിക്കെന്ന് പറയുന്നു. അവരെ ICUയിൽ കൊണ്ടുപോകുന്നു, അവിടുന്ന് പരിഹാരത്ത് കൊണ്ടുപോകുന്നു. എന്ത് നാടകമാണ്! ഒരു പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലാണ് ഈ ആഭാസങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലേ? കരിങ്കൊടി കാണിക്കാൻ പാടില്ലേ? ആ 100 പോലീസുകാരുടെ ഇടയിലോട്ട് പോകുന്ന ഒരു മന്ത്രിക്കെതിരെ 5 ആളുകൾ മുദ്രാവാക്യം വിളിച്ച മന്ത്രിയുടെ പെടലിക്ക് പരിക്കേറ്റ് പെടലെ കുത്തിപ്പിടിച്ച് എവിടെയാണ്? നിങ്ങൾ പറയൂ. ഈ പറയുന്ന നിങ്ങളുടെ മാധ്യമങ്ങൾ കാണിച്ച വിഷ്വലിന് എവിടെയെങ്കിലും, അല്ലെങ്കിൽ അവിടുത്തെ CCTVയിൽ, റെയിൽവേയുമായി ബന്ധപ്പെട്ട് CCTVയിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? മന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല. അങ്ങനെ ചെയ്തിട്ടുമില്ല.
നിങ്ങൾ മനസ്സിലാക്കി ഇവരുണ്ടാക്കുന്ന തിരക്കഥയാണ്. ഞാൻ ഇതിനകത്ത് ഈ കേരളയിൽ സമരം നടത്തുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധത്തിന് പോയപ്പോൾ എന്നെ അന്ന് ശ്രീ എം.വി. ജയരാജൻ തന്നെയാണ് ഞാൻ ആയുധങ്ങളെടുത്ത് വന്ന് മന്ത്രി ആക്രമിക്കാൻ എന്നെ വളഞ്ഞിട്ട് തല്ല് ചെയ്തത്. സ്വാഭാവിക കേരളത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു മുദ്രാവാക്യം വിളിച്ച് അവിടെ പ്രതിഷേധിക്കാൻ പോയപ്പോഴാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർക്ക് നിങ്ങൾ 500 ഡിവൈഎഫ്ഐക്കാരെ സമരം എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ 500 ആളെയും കൂട്ടിയിട്ടാണ് ഡിവൈഎഫ്ഐയുടെ മുൻകാല നേതാക്കന്മാർ കരിങ്കൊടി കാണിക്കാൻ പോയത്. 10 കൊല്ലമായിട്ട് നിങ്ങൾ കരിങ്കൊടി സമരമൊന്നുമില്ല പോട്ടെ. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ നിങ്ങൾ സമരം നടത്തിയത് എത്ര ആളുകളെ കൂട്ടിയിട്ടാണ്? നിങ്ങൾ എവിടെയൊക്കെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്? 500 ആളെയും കൂടി നിങ്ങൾ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച ആളുകളല്ലേ? അദ്ദേഹം നെറ്റിയിൽ ചോര വന്നാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഈ പറയുന്ന KSUക്കാരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ കാണുന്നത് നിങ്ങൾ ഈ നാട്ടിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നാട് ഭരിച്ച് കൊള്ളയടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അയ്യപ്പന്റെ സ്വർണം പോലും കാട്ടുകള്ളന്മാരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ, സകലമാന അഴിമതിയുടെയും പിറകിൽ നിങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരാജയമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു തിരക്കഥയാണിത്. ഈ തിരക്കഥ ഓടാൻ പോകുന്നില്ല. തന്നെ ഈ കഥ ഇവിടെ അവസാനിക്കാൻ പോവാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ എന്താ പറയുന്നത്? അതായത് തെളിവുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനാം തരാം, 1 പവൻ സ്വർണം തരാം, 1 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുകയാണ്. ഇവിടെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി എന്നത് ശരിയാണ്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസിന് അവിടെ അവരെ മാറ്റി നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി, ശരിയാണ്. അതെല്ലാം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അത് ആദ്യത്തെ പ്രതിഷേധമായിരുന്നില്ല. അവർ പങ്കെടുത്ത പലയിടങ്ങളിൽ 5-6 ഇടങ്ങളിലായിട്ട് ആ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇവിടെ പ്രതിഷേധം കൈവിട്ടു പോകുന്ന ഘട്ടമുണ്ടായോ? അവിടെ മന്ത്രിക്ക് നേരെ ഒരു അതിക്രമ ശ്രമം ഉണ്ടായോ? അതിലാണോ മന്ത്രിക്ക് പരിക്കേറ്റത്? ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ ശരിയായ അന്വേഷണം നടക്കണം. അതിനകത്ത് എന്താണ് വസ്തുത എന്ന കാര്യം കണ്ടെത്തണം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഇത് ദൃശ്യങ്ങളിൽ കാണുന്നില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഒന്നും നടന്നിട്ടില്ല എന്നതിൻ്റെ തെളിവുകൾ ഞാൻ തരാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതിനെ നിങ്ങൾ എങ്ങനെ സാധൂകരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഒന്നും നടന്നിട്ടില്ല, KSUവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടല്ല ഇതൊന്നും സംഭവിച്ചിരിക്കുന്നത് എന്ന ന്യായം നിങ്ങൾ എങ്ങനെ പറയുന്നു? ശ്രീ ഗോപികൃഷ്ണൻ പ്രതിഷേധിച്ചു എന്നുള്ള സത്യമാണ്, മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള സത്യമാണ്. മന്ത്രി പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണം കണ്ടില്ല. മന്ത്രി ആക്രോശിച്ച് വരും, അദ്ദേഹം അവരുടെ കഴുത്തിനും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അവർ ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ലേ? ആ സമയത്ത് അവർ തളർന്നു വീണിട്ടില്ല, അവർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടില്ല. അവർ വളരെ കൂളായി നടന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ ഗോവണി കയറി അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കയറിയിട്ട് പോകേണ്ടതാണ്. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കൂളായി നടന്നു പോകുന്ന മന്ത്രിയാണോ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ കഴിയുന്നത്? അതിനാരാ ഉത്തരവാദികൾ? പരിയാരം മെഡിക്കൽ കോളേജിൽ ഇവർ എവിടെയും കൊണ്ടേ കിടത്തു. ഇവർ മുദ്രാവാക്യം വിളിച്ചത് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അഭിനയിച്ച് ഞങ്ങൾ എന്ത് ഓസ്കർ അവാർഡ് കൊടുക്കണം അവർക്ക് അഭിനയത്തിന്. പണ്ട് മിമിക്രി മോണാക്ട് താരമായി വലിയ അവാർഡൊക്കെ വാങ്ങിയ ആളാണ് ഈ പറയുന്ന മന്ത്രി. അവർക്ക് ഇപ്പോഴാണ് കൊടുക്കേണ്ട ഓസ്കർ അവാർഡ് അവരുടെ അഭിനയത്തിന്. ഒരു പരിക്കും പറ്റാതെ ഒരു സംഭവം നടക്കാത്ത പേരിൽ അവരെ കഴുത്തിന് പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് ആ പരിയാരം മെഡിക്കൽ കോളേജിൽ അതായത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോഴുണ്ടായിരിക്കുന്ന സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി നേരിടുന്ന ആദ്യത്തെ പ്രതിഷേധമല്ലാതെ അത് അന്നത്തെ 6ാമത്തെ പ്രതിഷേധമാണ്. 6 ഇടങ്ങളിൽ മന്ത്രിക്ക് നേരെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അഭിനയിക്കാതെ മന്ത്രി അവസാനം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ KSU പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അഭിനയിച്ചു. അങ്ങനെ അവർ പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിലായി. അതാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും അവിടെയൊക്കെ പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെയൊക്കെ ക്യാമറാമാൻ അല്ലേ അവിടെ ശ്രീ ഗോപികൃഷ്ണൻ? ആ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് അവർക്ക് പറ്റിയിട്ടുണ്ടോ? അക്രമം നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്ത കേസിനകത്ത് ആക്രമിച്ച് എന്ന് പറഞ്ഞ് അവർ പരിയാരം മെഡിക്കൽ കോളേജ് ICU കിടക്കുമ്പോൾ കണ്ണൂരിൽ എന്താ മാറിയത്? അവിടെ MRI സ്കാനിങ് പോലും ഇല്ല, എക്സ്റേ യൂണിറ്റ് പോലും ജില്ലാ ആശുപത്രിയാണ്. ഇവർ പറയും നമ്പർ 1 കേരള ആരോഗ്യ കേരളം എന്നൊക്കെ പറയുന്ന കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു MRI സ്കാന് പോലും പ്രവർത്തിക്കുന്ന സാധാരണക്കാരൻ പോകുന്ന ആശുപത്രി. ഇതാണ് മന്ത്രിയുടെ കഴിവുകേട്. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നു ഇവരുടെ യൂണിയനിൽപ്പെട്ട ആളുകൾ തന്നെ ഡോക്ടർമാർ ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ ആ മന്ത്രിക്കെതിരായി പ്രതിഷേധിച്ചിട്ടുണ്ട്. പത്രിക വയറ് കിടന്ന സ്വാഭാവികമായും ഒരു പ്രതിഷേധം ഉണ്ടായി. ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ പ്രതിഷേധിക്കുന്നത് ഒരു തെറ്റല്ല. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധം വേണം, സമരം വേണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടണം. ഒരു പ്രശ്നവുമില്ല, അത് വേണം, അത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. പക്ഷേ അത് ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം അഭിനയമാണ്, ഇതൊന്നും ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ അന്വേഷണവും പരിശോധനയും ഒക്കെ വേണം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MN കാരശ്ശേരി,
യഥാർത്ഥത്തിൽ കേരളത്തിലെ ശ്രീ ഗോപി അന്വേഷിച്ചോട്ടെ, ഏത് തരത്തിൽ അന്വേഷണം നടത്തിക്കോട്ടെ, പോലീസ് അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ, അന്വേഷിക്കട്ടെ. ഇല്ലാത്ത കാര്യത്തിനകത്ത് ആക്രമിച്ചു, പരിക്ക് പറ്റി, ഇത് മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഇത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളല്ലേ? ഈ CPM പറയുന്ന ജയരാജനെ പോലെയുള്ള എന്ത് വിവരക്കേടും പറയുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.